നല്ലപോലെ ഞാൻ നോക്കാത്തുണ്ട്. കല്യാണത്തിന്റെ പരിപാടി തന്നെ സെയിം. നമുക്കൊരു വയറുണ്ടെന്ന്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് അറന്തക്കാട് ചെങ്ങന്നൂരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കല്യാണ ഷൂട്ടൊന്നുമല്ല, 7ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു കുറച്ച് പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കല്യാണരാമൻ്റെ വർക്കാണ്. അപ്പോൾ നമ്മളാണ് എക്സ്പോസ് ചെയ്യാൻ വന്നേക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പെണ്ണാണെങ്കിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വയ്ക്കുക, ചെറുക്കനും പെണ്ണും കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാടവരമ്പത്തൊക്കെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കുറച്ച് തണലുള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പം അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ബാക്കി വീഡിയോസൊക്കെ അവിടെ ചെന്ന് കാണാം. ഗൈസ്, ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. എൻ്റെ കൂടെ ഉള്ളത് അബിയാണ്. മുമ്പ് അവൻ ഇൻട്രോയ്ക്ക് പുറമെ നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇവൻ്റെ കാര്യം വിട്ടുപോയി. അതുകൊണ്ടാണ് ഇതേണ്ട ഇവിടെ നിൽപ്പുണ്ട്. ആശാൻ കാണാൻ പറ്റുമോ? ഷാടോ കുറച്ച് കുറവായിരിക്കും, എഡിറ്റിങ് ഞാൻ പിടിച്ചോളാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ചെറുക്കനും പെണ്ണും വന്നിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ ആ ഏരിയ ക്ലിയർ ചെയ്യുക എന്നതാണ്. ഇങ്ങനൊരു ചടങ്ങായതുകൊണ്ട് ദക്ഷിണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കിഴക്ക് പടിഞ്ഞാറിരിക്കുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണ് ഫോട്ടോയ്ക്ക് വേണ്ടി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്യലാണ്. ലൈറ്റ്, കളർ ടോൺ എല്ലാം സെറ്റ് ചെയ്യുകയാണ്. ഗ്രീൻ, വൈറ്റ് എന്നീ കളർ മിക്സഡ് ആയിരുന്നു ഹോള്. അതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മൾ കളർ സെറ്റ് ചെയ്യുന്നത്. 2K കിഡ്സ്, 90 കിഡ്സ്, ഇതൊക്കെ എന്താണ് നമ്മൾ കളിക്കും മറ്റേ കാർ ഡ്രൈവിങ്, പാമ്പ് വിഴുങ്ങുന്നതാണ്. അങ്ങനെ ലൈറ്റെല്ലാം സെറ്റ് ചെയ്ത് പിള്ളേരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഓട്ടോയിൽ നമ്മുടെ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ഒരു ചേട്ടൻ കൊണ്ടുവന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഫർണിച്ചറെല്ലാം മാറ്റി ലൈറ്റപ്പൊക്കെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെറ്റേണിറ്റി നമ്മുടെ അമ്മയാകാൻ പോകുന്ന പെൺകുട്ടി വന്നിട്ടുണ്ട്. പെൺകുട്ടി എന്ന് പറയുന്നത് ചേച്ചി വന്നിട്ടുണ്ട് ഒരുങ്ങി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സിംഗിളും കപ്പിളും ഒക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പം രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. പേരെങ്ങനെയായിരുന്നു രണ്ടുപേരുടെ? വിഷ്ണു ആര്യ. നോക്കണേ, ചേട്ടനെ നോക്കണം ജസ്റ്റ് ഒന്ന്. നല്ലപോലെ ഞാൻ നോക്കാത്തുണ്ട്. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥമില്ലേ? കല്യാണത്തിന്റെ പരിപാടി തന്നെ സെയിം. നമുക്കൊരു വയറുണ്ടെന്ന്. സിംഗിൾസ് എടുക്കാം. ക്യാമറമാന്റെ ടെക്നിക്ക് തരുന്നത് ഞാൻ ക്യാൻസൽ തരാം. കുഞ്ഞിനുള്ള ഉടുപ്പ്, ഷൂ എല്ലാം സ്റ്റോക്കാണ്. ഇവിടെ എല്ലാരും പറയാം ആരും വാങ്ങിക്കില്ല, നേരത്തെ വാങ്ങിച്ചു വെക്കില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ, അമേരിക്കയിലൊന്നും. അത് ചിരിച്ച് സ്ഥലത്ത് നിൽക്കുന്ന ഒരു ലൈവ് കിട്ടിയാൽ മതി. ഈ ഫലിത ഞാൻ എവിടെ കേടുന്നുണ്ട്. മറ്റേ കയ്യിലോട്ട് കൊടുത്തേ. ഇതോ? ചേട്ടൻ ചേച്ചിയുടെ കയ്യിൽ. അല്ലല്ല, ചേച്ചിയുടെ കയ്യിൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചേച്ചിയുടെ ബന്ധുക്കാരും വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഇനി ചടങ്ങിൻ്റെ ഫോട്ടോ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ വ്ളോഗ് എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. വ്ളോഗിലേക്ക് ആകെ കിട്ടിയ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഈ വിളക്കിൻ്റെ മാത്രമേ ഉള്ളൂ. ചേട്ടനെ വിട്ടു പോയി പിരിഞ്ഞു പോകുന്നതിന് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലേ? എത്ര ദിവസം കഴിഞ്ഞു? 2 ദിവസം. 4 ദിവസം ഉണ്ട്. എൻജോയ് ചെയ്തോണം കേട്ടോ. സങ്കടം എനിക്കുണ്ട്. നീ വിഷമിക്കാൻ, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. അടക്കട്ടെ, ഇങ്ങനെ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? ഗൈസ്, അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അരങ്ങൊഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇനി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇതേ ഫ്ലോർ കാലിയായിട്ടുണ്ട്, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ സോഫ എടുത്ത് ഇങ്ങോട്ട് ഇടണം. ഇതാണ് അടുത്ത പരിപാടി. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി ഉണ്ട്, നമുക്ക് കഴിക്കണം. രാവിലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒരു മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. ഹായ് അച്ഛൻ. അബിയാണെ ഇതെല്ലാം പാക്കപ്പ് ചെയ്യുക. കഴിഞ്ഞോ? ബൈ ബൈ, ടാറ്റാ. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് സദ്യയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ചേച്ചിയുടെ കടയിൽ കയറി 2 നാരങ്ങകളങ്ങ് കാച്ചി.
ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ചേച്ചിയുടെ കടയിൽ നിന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് ഞാൻ നേരെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അഭി നേരെ തിരിച്ച് വീട്ടിൽ പോയി എന്നെ വിട്ടിട്ട്. ഇതാണ് ഞങ്ങളുടെ റൂമാണ്. ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അപ്പുറത്താണ് താമസിക്കുന്നത്. ജസ്റ്റ് ഇതൊരു ഔട്ട്റോ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊരു കയറിയെന്നേ ഉള്ളൂ. വീടിൻ്റെ പരിപാടിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ടൈലിങ്ങും വയറിങ്ങും കൂടെ കുറച്ച് പരിപാടിയുണ്ട്. അതോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഏകദേശമൊക്കെ ഏതായാലും തീരാറായിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ വലിയ ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നല്ലോ, ഇതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ല, വിളിച്ചുകൊണ്ട് പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ വർക്കിന് പോകുമ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് എടുത്തതേ ഉള്ളൂ. അതിന് മുന്നോട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും വീണ്ടും കാണുന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഔട്ട്, സിബിൻ വ്ളോഗ്സ്.